ഹായ് ദിസ് ഇസ് ഷീതു മിസ് ഫ്രം വിനേഴ്സ് ആൻഡ് നമ്മളുണ്ടല്ലോ ഓണപരീക്ഷയുടെ ചൂടിലാണ് അല്ലേ, അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത്തവണ ടോട്ടൽ 3 ചാപ്റ്റേഴ്സ് ആണ് ഓണപരീക്ഷ 10th നമുക്കുള്ളത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് അറിയാനും പ്രതികരിക്കാനും എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിട്ടാണ് മിസ് എന്ന് വന്നേക്കുന്നത്. നമ്മൾ ഏറ്റവും ആദ്യം ഇത് പഠിക്കും, അതിനുശേഷം നമ്മൾ തേർഡ് ചാപ്റ്റർ കൂടെ മിസ് തന്നെയായിരിക്കും പഠിപ്പിക്കേണ്ടിരിക്കുക. ഓക്കെ അപ്പോൾ അറിയാനും പ്രതികരിക്കാനും അല്ലെങ്കിൽ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിക്കളയാം. ടെക്സ്റ്റ് ബുക്കിനകത്ത് ഏത് പേജ് നമ്പറിലാണ് ഇതെല്ലാം ഉള്ളത് എന്നുള്ളതാണ് ഈ സൈഡിലെ നമ്പേഴ്സ് ഇട്ടേക്കുന്നത്. മലയാളത്തിനും ഇംഗ്ലീഷിനും സെയിം നമ്പേഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ ഫോളോ ചെയ്താൽ മതി. ഓക്കെ അപ്പോൾ ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് ന്യൂറോൺ പഠിക്കണം, പാർട്സ് പഠിക്കണം, അതിന്റെ പാർട്സിന്റെ ഫംഗ്ഷൻസ് കാര്യങ്ങൾ പഠിക്കണം, വരയ്ക്കാനും ലേബിൾ ചെയ്യാനും പഠിക്കണം കേട്ടോ. അതുപോലെ തന്നെയാണ് ബ്രെയിൻ അല്ലെങ്കിൽ മസ്തിഷ്കം കൂടെ വരയ്ക്കാനും അതിന്റെ ഘടനയും കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിരിക്കുക. അതേപോലെ തന്നെ നമ്മളുടെ സ്പൈനൽ കോർഡ് അല്ലെങ്കിൽ സുഷുമ്നയുടെ ഭാഗങ്ങൾ, ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട്, സെൻട്രൽ കനാലിനകത്ത് സെറിബ്രോ സ്പൈനൽ ദ്രവം അല്ലെങ്കിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചേക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ ആകെ കൂടെ 3 അസുഖങ്ങളാണ് പഠിക്കാനുള്ളത്. നമ്മുടെ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന 3 അസുഖങ്ങളാണ്. പാർക്കിൻസൺസ്, എപ്പിലെപ്സി അല്ലെങ്കിൽ അഭിസ്മാരം, പിന്നെ അൾഷിമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള 3 അസുഖങ്ങൾ, അതിന്റെ കാരണവും അതിന്റെ ലക്ഷണങ്ങളും സിംറ്റംസും പഠിച്ചു വെച്ചിരിക്കുക. ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിനകത്ത് 2 ഭാഗങ്ങളുണ്ട് അല്ലെ, സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും. അപ്പൊ ഈ പാരാസിമ്പത്തറ്റിക്കലും സിമ്പത്തറ്റിക്കലും കുറെ ചേഞ്ചസ് എന്ന് പറയുന്ന പോയിന്റ് വൈസ് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ പോയിന്റ്സ് എന്നിട്ട് നിങ്ങളോട് പട്ടികപ്പെടുത്താനായിട്ട് പറയും, ടാബുലേറ്റ് ചെയ്യാനായിട്ട് പറയും. അപ്പൊ അതുകൊണ്ട് ആ പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് ഓരോന്നും തന്നെ പഠിച്ചു വെക്കുക. ഒരു സൈഡ് പഠിച്ചാൽ അതിന്റെ ഓപ്പോസിറ്റ് വരും അടുത്ത സൈഡിൽ. അപ്പൊ അതുകൊണ്ട് ഒരു സൈഡ് പഠിച്ചു വെച്ചിട്ട് അതിന്റെ ഓപ്പോസിറ്റ് എന്താണെന്ന രീതിയിൽ നോക്കി എഴുതിയാലും മതി. ഓക്കെ, സിനാപ്സ് പഠിക്കുക, സിനാപ്സ് വരയ്ക്കാൻ പഠിക്കണം. സിനാപ്സിന്റെ കൂട്ടത്തിൽ കൂടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ നാടീയ പ്രേക്ഷകങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗം കൂടെ പഠിക്കുക കേട്ടോ. എക്സാമ്പിൾസ് സഹിതം പഠിക്കുക. സിനാപ്സിന്റെ ഫംഗ്ഷൻ എന്താണ്, സിനാപ്സിന്റെ ധർമ്മം എന്താണ് എന്നും കൂടെ പഠിച്ചു വെച്ചേക്കണം. റിഫ്ലക്സ് ആക്ഷൻ, അതൊരു ഫ്ലോ ചാർട്ട് മാതിരി നിങ്ങൾക്ക് തരാനുള്ള ചാൻസസ് ഉണ്ട്. റിഫ്ലക്സ് ആർക്കും, അപ്പൊ അതിനകത്തുള്ള ഓരോ ഭാഗങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, പലതരത്തിലുള്ള റിഫ്ലക്സ് ആക്ഷനുകൾ ഉണ്ടല്ലോ, സെറിബ്രൽ റിഫ്ലക്സസ്, സ്പൈനൽ റിഫ്ലക്സസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ, സുഷുമ്ന റിഫ്ലക്സുകൾ, അതുപോലെ തന്നെ സെറിബ്രൽ റിഫ്ലക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കും. നെർവസ് സിസ്റ്റം പല പാർട്സ് ആയിട്ട്, സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ കേന്ദ്ര നാഡീവ്യവസ്ഥ, അതുപോലെ തന്നെ പെരിഫറൽ അല്ലെങ്കിൽ നമ്മുടെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം, അതിനകത്തുള്ള ഓരോരോ ഭാഗങ്ങൾ, ബ്രെയിന്, സ്പൈനൽ കോർഡ്, ക്രേനിയൽ നർവ്സ്, സ്പൈനൽ നർവ്സ്, സുഷുമ്ന നാഡി, ശിരോനാഡി, അത് എത്ര എണ്ണം ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചേക്കണം. പിന്നെ 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നർവ്സ് ഏതൊക്കെയാണ്, സെൻസറി, മോട്ടോർ, മിക്സഡ് അല്ലെ. സംവേദ നാഡി, പ്രേരക നാഡി, സമ്മിശ്ര നാഡി എന്ന് പറയുന്ന 3 നാഡികൾ, അതും കൂടെ ഒന്ന് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ യെസ്, അപ്പൊ അത്രയേ ഉള്ളൂ. നമുക്ക് മെയിൻ ആയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പഠിക്കേണ്ടത്. നമുക്ക് ഇതിനകത്ത് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം, എന്തൊക്കെ ചോദ്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കിക്കളയാം. ഓക്കെ അപ്പൊ ഏറ്റവും ആദ്യം ഉണ്ടല്ലോ, ഇവിടെ കുറച്ച് അസുഖങ്ങൾ തന്നിട്ടുണ്ട്. അസുഖങ്ങളുടെ ലക്ഷണങ്ങളാണ് തന്നേക്കുന്നത്, നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖങ്ങളാണ്. അപ്പൊ അതിന് ഈ ലക്ഷണം നോക്കിയിട്ട് നിങ്ങളോട് ഡിസീസ് ഏതാണ്, രോഗം ഏതാന്ന് കണ്ടെത്തുക വേണം. അതുപോലെ തന്നെ കാരണം എന്താന്ന്, കോസ് എന്താന്ന് എഴുതുകയും വേണം. ഓക്കെ, ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. ലോസ് ഓഫ് ബോഡി ബാലൻസ്, ഇറഗുലർ മൂവ്മെന്റ് ഓഫ് മസിൽസ്, ഷിവറിംഗ് ഓഫ് ദ ബോഡി, പ്രൊഫ്യൂസ് സലൈവേഷൻ, ശരീര തുല്യത നഷ്ടപ്പെടുന്നു, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരത്തിന് വിറയൽ, വായിൽ നിന്ന് ഉമിനീർ ഒഴുകുക. നുരയും പതയുമായിരുന്നെങ്കിൽ അസുഖം മാറിയാൽ ഇത് ഉമിനീരാണ് ഒഴുകുന്നത്. കുട്ടികൾക്കൊക്കെ ഡ്രൂൾ ചെയ്യുന്ന മാതിരി ഉമിനീരായിരിക്കും വരുന്നുണ്ടായിരിക്കാം. ശരീര തുലന നില, ദാറ്റ് മീൻസ് ബോഡിയുടെ ബാലൻസ് ഇല്ല, അങ്ങനെ വീണ് പോകും നമ്മൾ. അപ്പൊ ആ അസുഖം ഏതാണെന്നുള്ളതാണ്. അസുഖം വരുന്നത് പാർക്കിൻസൺസ് എന്ന് പറഞ്ഞിട്ടുള്ള അസുഖമാണ് അല്ലെ. വായിൽ നൊരയും പതയും വരുന്നു എന്നുള്ള രീതിയിലാണ്. ഫ്രോത്തി ഡിസ്ചാർജ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം എന്ത് ചിന്തിച്ചെഴുതണം, അപസ്മാരം അല്ലെങ്കിൽ നമ്മളുടെ എപ്പിലെപ്സി ചിന്തിച്ചെഴുതണം. പിന്നെ മെമ്മറി നഷ്ടപ്പെടുന്നു, ദാറ്റ് മീൻസ് നമ്മുടെ ഓർമ്മ നഷ്ടപ്പെടുന്നതാണെന്നുണ്ടെങ്കിലാണ് അൾഷിമേഴ്സ് എഴുതേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യത്തെ രോഗം എന്ന് പറയുന്നത് അത് പാർക്കിൻസൺസ് ആണ്. പാർക്കിൻസൺസ് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിനകത്തുള്ള ഗാംഗ്ലിയോണുകൾ നശിക്കുന്നത് കൊണ്ടിട്ടും, അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ നാഡീയ പ്രേഷകമാണ് ഡോപ്പമിൻ എന്ന് പറയുന്നത് അല്ലെ. ആ ഡോപ്പമിന്റെ കുറവ് കൊണ്ടിട്ടും ഈ പറഞ്ഞ പോലെ അസുഖം ഉണ്ടായേക്കാം എന്നുള്ളത് ഒന്ന് ഓർത്തു വെച്ചിരിക്കാം. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. നമ്മളുടെ ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡാഷിട്ട് തന്നേക്കുന്ന ഭാഗങ്ങൾ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ, മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗം. രണ്ടാമത്തെ വലിയ ഭാഗം സെറിബെല്ലം ആണ്, രണ്ടാമത്തെ വലിയ ഭാഗം കേട്ടോ. ഇനി പാർട്ട് ഓഫ് ദി ബ്രെയിൻ ദാറ്റ് കൺട്രോൾസ് മെമ്മറി, ഓർമ്മയെ നിയന്ത്രിക്കുന്നത് സെറിബ്രം ആണ്. ഓർമ്മ, നമ്മുടെ ബുദ്ധി, നമ്മുടെ ചിന്തകള്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ ആരാണ്, സെറിബ്രം ആണ് എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കാം. ഇൻവോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത്, ഇൻവോളണ്ടറി ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ അനൈച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്,
മെഡുല്ല ഒബ്ലാങ്കട്ടയാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ആൻസേഴ്സ് വരുന്നത്. സെറിബെല്ലം, സെറിബ്രം, മെഡുല്ല ഒബ്ലാങ്കട്ട. ഓക്കെ, സിമ്പിൾ. അത് എപ്പോഴും ചോദിക്കൂട്ടോ നിങ്ങളുടെ അടുത്ത്. ഇപ്പൊ ഈ ഡാഷിന് പകരം ഉണ്ടല്ലോ, ചിലപ്പം ഇവിടെ നിങ്ങൾക്ക് ഈ ഡാഷിനകത്ത് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അടിവര ഇട്ടേക്കുന്ന ആ ഒരു പാർട്ടിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എങ്കിൽ തിരുത്തുക എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻ വരേക്കാം. ഇതിപ്പോ ഡാഷ് അല്ലേ, അതല്ലാതെ ഈ ഡാഷിനകത്ത് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവും. ഇപ്പൊ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സെറിബ്രം, സെറിബ്രം എന്ന് എഴുതി തരും. എന്നിട്ട് അതിന്റെ താഴെ അടിവര ഇടും. എന്നിട്ട് അടിവര ഇട്ടിട്ട് നിങ്ങളോട് പറയും ഈ പറഞ്ഞ പോലെ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട് പറയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആ അടിവര ഇട്ട ഭാഗത്തുള്ള തെറ്റെന്നാന്നുള്ളത് തിരുത്തി ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, 1 മാർക്കിന്റെ ചോദ്യമായിട്ട് വരുവേ. 3 പോയിന്റ്സ് തരും. എന്നിട്ട് ഒരെണ്ണത്തിൽ തെറ്റുണ്ടായിരിക്കും, ആ ഒരെണ്ണത്തിൽ തെറ്റ് കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിൽ വരും കേട്ടോ. ഓക്കെ, യെസ്. ഇനി അടുത്തത് ഇവിടെ നമുക്കൊരു ടേബിൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ടേബിൾ എന്ന് പറയുന്നത് നമ്മൾക്ക് ഫില്ല് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ABC എന്ന് പറഞ്ഞ കോളംസ് ഉണ്ട്. അവിടെ നമ്മൾക്ക് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന അസുഖങ്ങളാണ് അവിടെ പ്രധാനമായിട്ടും കൊടുത്തേക്കുന്നത്. അപ്പൊ അവിടെ കുറച്ച് പോയിന്റ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിന് എന്താണെന്നുള്ളത് അവിടെ ജസ്റ്റ് എടുത്ത് എഴുതിയാൽ മാത്രം മതി. പോയിന്റ്സ് മിസ് എന്ന് വായിക്കാവേ. എന്തൊക്കെയാണ്? എക്സസ് ബ്ലഡ് ഇസ് ലോസ്റ്റ് ഈവൻ ത്രൂ മൈനർ ഇഞ്ചറീസ്, loss of body balance, accumulation of insoluble proteins in the neural tissues of the brain, production of dopamine decreases, irregular flow of electric charges എന്ന് പറഞ്ഞു വരും. ഓക്കെ, ഇവിടെ ഈ ഒരു ടേബിൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ടേബിളിനകത്ത് നിങ്ങളോട് പറഞ്ഞേക്കുന്നത് ABCDE അങ്ങനെയുള്ള പോർഷൻസ് ഒക്കെ നിങ്ങളോട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ABCD കേട്ടോ, അങ്ങനെ ഫില്ല് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? രക്തം കട്ട പിടിക്കൽ, നില നഷ്ടപ്പെടുക, മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ ആലയമായ പ്രോട്ടീൻ അടിയുന്നു, ഡോപ്പമിന്റെ ഉൽപാദനം കുറയ്ക്കുന്നു, തലച്ചോറിൽ ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം. ഇത്രയും പോയിന്റ്സ് ആണ് അവിടെ കൊടുത്തേക്കുന്നത്. പോയിന്റ്സിനനുസരിച്ചിട്ട് നമ്മളോട് ആ ഒരു ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കിക്കളയാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ തന്നേക്കുന്ന ഡിസീസ് നോക്കുക, അൽഷിമേഴ്സ് ആണ്. അൽഷിമേഴ്സിന് താഴെ കോസ്, കാരണം എഴുതണം അല്ലെ. കാരണം എന്താണ്? നമ്മളുടെ ലൈക്ക് ഒരു പ്രോട്ടീൻ അല്ലെ, നമ്മൾക്ക് അനാവശ്യമായിട്ടുള്ള ഒരു പ്രോട്ടീൻ നമ്മളുടെ ടിഷ്യൂസിനകത്ത്, പ്രത്യേകിച്ച് ബ്രെയിനിന്റെ ടിഷ്യൂസിനകത്ത് അടിഞ്ഞു കൂടുന്നത് കൊണ്ടിട്ടാണ് അല്ലെ. അക്യുമുലേഷൻ ഓഫ് ഇൻസാലുബിൾ പ്രോട്ടീൻ ഇൻ ദ ന്യൂറൽ ടിഷ്യൂസ് ഓഫ് ദ ബ്രെയിൻ. പ്രധാനമായിട്ടും നമ്മളുടെ മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ ആലയമായ ഒരു പ്രോട്ടീൻ അടിയുന്നത് കൊണ്ടിട്ടാണ് ഈ ഒരു അസുഖം ഉണ്ടാകുന്നത്. ആൻഡ് അതിന് സിംറ്റം എന്ന് പറയുന്നത് മെമ്മറി, ഓർമ്മ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. പാർക്കിൻസൺസിന് കാരണം എന്താണ്? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഡോപ്പമിന്റെ അളവ് കുറയുന്നു എന്നുള്ളതാണ് ബിയുടെ ആൻസർ ആയിട്ട് വരിക. നമ്മുടെ ബോഡി ബാലൻസ്, ശരീര തുലനം നഷ്ടപ്പെടുക എന്നുള്ളത് സിയുടെ ആൻസർ ആയിട്ട് ലക്ഷണമായിട്ടും അതിനകത്ത് വരും. ഓക്കെ, ഇനി എപ്പിലെപ്സി അല്ലെങ്കിൽ അപസ്മാരം, അതിന് കാരണം എന്താണ്? നമ്മുടെ ബ്രെയിനിലേക്ക് അല്ലെങ്കിൽ മസ്തിഷ്കത്തിലേക്ക് അനാവശ്യമായിട്ട് നമ്മുടെ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു അല്ലെ, ക്രമരഹിതമായിട്ടുള്ള രീതിയിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിനൊരു കാരണമായിട്ട് വരുന്നതായിരിക്കാം. നമ്മൾക്ക് നമ്മളുടെ വായിൽ നിന്ന് നൊരയും പതയും വരുന്നത്, ഫ്രൂട്ടി ഡിസ്ചാർജ് ഫ്രം ദ മൗത്ത് എന്നുള്ളത് കണ്ടോ, ഫ്രൂട്ടി ഡിസ്ചാർജ്, അത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു ടേബിൾ ആയിട്ട് തോന്നുന്ന ടേബിൾ അങ്ങനെ തന്നെ ഇവിടെ കയറ്റി വെക്കുക കേട്ടോ, അല്ലാതെ രക്ഷയില്ല. ഓക്കെ, യെസ്. അപ്പൊ ഇതിന് ഈ ഒരു ചോദ്യം കഴിഞ്ഞു. ഇനി അടുത്തത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ സെറിബ്രോസ്പൈനൽ ദ്രവത്തിന്റെ ധർമ്മം എന്താ? അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞേക്കാം. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എവിടെ കാണാം എന്ന് ചോദിക്കും. എവിടെ കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ബ്രെയിനിന് ചുറ്റും എന്തുണ്ട്? മെനിഞ്ചസ് ഉണ്ട്. ആ മെനിഞ്ചസ് 3 ലെയേഴ്സ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ മെനിഞ്ചസിന്റെ ഇടയിലാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ സെറിബ്രോസ്പൈനൽ ദ്രവമുള്ളത്. ബ്രെയിനിൽ അങ്ങനെയാണ്, മസ്തിഷ്കത്തിൽ അങ്ങനെയാണ്. ഇനി സുഷുമ്ന അല്ലെങ്കിൽ സ്പൈനൽ കോർഡിലും ഇതേ സെയിം സാധനം കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ സുഷുമ്ന അല്ലെങ്കിൽ നമ്മുടെ സ്പൈനൽ കോർഡിനകത്ത് സെൻട്രൽ കനാൽ എന്ന് പറഞ്ഞിട്ടൊരു കനാലുണ്ട്. കനാലിനകത്താണ് പൊതുവെ ഈ ഒരു ദ്രവം കാണുന്ന ഇടം കൂടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഫംഗ്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ന്യൂട്രിയൻസും ഓക്സിജനും പ്രൊവൈഡ് ചെയ്യുക. ബ്രെയിനിന് വേണ്ടതായിട്ടുള്ള ന്യൂട്രിയൻസും അതുപോലെ തന്നെ ഓക്സിജനും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മസ്തിഷ്കത്തിലുള്ള പ്രഷർ, മർദ്ദം ഒന്ന് ക്രമീകരിക്കുക എന്നുള്ളത്. പോഷകങ്ങളും ഓക്സിജനും എത്തിച്ചു കൊടുത്തു, മർദ്ദം ക്രമീകരിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ബ്രെയിനിനെ അല്ലെങ്കിൽ മസ്തിഷ്കത്തിനെ എന്തെങ്കിലുമൊക്കെ കേടുപാടുകൾ ഉണ്ടാകുന്നതിൽ നിന്ന് സംരക്ഷിക്കുക, പ്രൊട്ടക്ഷൻ എന്നുള്ള ഒരു കാര്യത്തിനും കൂടെ വേണ്ടിയിട്ട് നമ്മൾ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, 3 കാര്യങ്ങളാണ് ഓക്സിജനും ന്യൂട്രിയൻസും എത്തിക്കാൻ, ഓക്സിജനും പോഷകങ്ങളും എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ മർദ്ദം ഒന്ന് ക്രമീകരിക്കാൻ, പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു, സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നു എന്നുള്ളത്. ഇതുപോലെ തന്നെ മൈലിൻ ഷീത്തിനെയും കൂടെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. മൈലിൻ ഷീത്തിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? മൈലിൻ ഷീത്തും ഇതുപോലെ ഓക്സിജനും ന്യൂട്രിയൻസും, ഓക്സിജനും പോഷകങ്ങളും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ നമ്മളുടെ ഇമ്പൾസസ്, ആവേഗങ്ങളുടെ വേഗത കൂട്ടുന്നുണ്ട്, ആക്സിലറേറ്റ് ഇമ്പൾസസ്, അതുപോലെ പ്രൊട്ടക്ഷൻ. ഓക്കെ, ഇത് 3 പോയിന്റ്സ് മൈലിൻ ഷീത്തിൻ്റെതാണ്. ആ മൈലിൻ ഷീത്തിന്റെ 3 പോയിന്റ്സും കൂടെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമേ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ആ പോയിന്റ്സ് പട്ടികപ്പെടുത്തുക, ടാബുലേറ്റ് ആക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇതുപോലെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ പ്രതീക്ഷിക്കണം. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കാം. ഗ്ലൈക്കോജൻ ഇസ് കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ്. ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നു. യൂറിനറി ബ്ലാഡർ കോൺട്രാക്ട്, മൂത്രാശയം ചുരുങ്ങുന്നു. ഹാർട്ട് ബീറ്റ് ബിക്കംസ് നോർമൽ, ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാകുന്നു.
പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഡിക്രീസസ്, ഉമിനീർ ഉൽപാദനം കുറയുന്നു. ട്രക്കിയ കോൺട്രാക്ട്സ്, ശ്വാസനാളം സങ്കോചിക്കുന്നു. പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ ഇൻക്രീസസ്, ഹോർമോൺ ഉൽപാദനം കൂടുന്നു. ഇതിന് നിങ്ങൾ പട്ടികപ്പെടുത്തണം. അതിനുള്ള പട്ടികയാണ് തന്നിരിക്കുന്നത്. സിംപത്തറ്റിക് സിസ്റ്റവും പാരാസിംപത്തറ്റിക് സിസ്റ്റം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പട്ടിക തന്നിട്ടുണ്ട്. അതിന് ജസ്റ്റ് ഫില്ല് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ നമുക്ക് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഒരെണ്ണം അറിഞ്ഞു വെച്ചാൽ സിംപത്തറ്റിക്കിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റിലായിരിക്കും പാരാസിംപത്തറ്റിക് വരുന്നതായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് ചെയ്താൽ മാത്രം മതി അല്ലെ. പക്ഷെ ഇതുപോലത്തെ ഒരു ക്വസ്റ്റൻ സ്ഥിരമായിട്ട് വരുന്നതുകൊണ്ട് നമ്മൾക്ക് എന്തായാലും ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ നോക്കിയേക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ സിംപത്തറ്റിക് വ്യവസ്ഥയിൽ നോക്കാം. ഗ്ലൈക്കോജൻ ഇസ് കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ്, ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു എന്നുള്ളത് വരും. സലൈവയുടെ ഉൽപാദനം, ഉമിനീർ ഉൽപാദനം കുറയുന്നു, ഡിക്രീസസ് എന്നുള്ളത് വരും. അതുകൂടാതെ ഹോർമോൺ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും, ഹോർമോൺ ഉൽപാദനം കൂടുന്നു എന്നുള്ളത് വരുന്നുണ്ട്. ഓക്കെ, ഇനി പാരാസിംപത്തറ്റിക് വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ പാരാസിംപത്തറ്റിക്കിൽ വരുന്നത് എന്തൊക്കെയാണ്? യൂറിനറി ബ്ലാഡർ കോൺട്രാക്ട്സ്, മൂത്രാശയം ചുരുങ്ങുന്നു. അതുപോലെ ഹാർട്ട് ബീറ്റ് ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് ആവുന്നു അല്ലെ, സാധാരണ നിലയിൽ നോർമലിലേക്ക് എത്തും. ട്രക്കിയ കോൺട്രാക്ട് ചെയ്യുന്നു, ശ്വാസനാളം സങ്കോചിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളും എവിടെ വരുന്നുണ്ട്? പാരാസിംപത്തറ്റിക്കിൽ വരുന്നുണ്ട്. മൂന്ന് പോയിന്റ്സ് വീതം കേട്ടോ. അപ്പൊ ഇതൊന്ന് പോയിന്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. 3 മാർക്കിന്റെ ചോദ്യമാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മൾക്ക് ഇവിടെ ഒരു ചിത്രീകരണം തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളടുത്ത് 1, 2, 3 എന്നൊക്കെ പറഞ്ഞ പാർട്സ് ഒക്കെ ലേബൽ ചെയ്തിട്ടുണ്ട് അല്ലെ. നിങ്ങളോട് പറഞ്ഞേക്കുന്ന ഈ ചോദ്യം എന്ന് പറയുന്നത് എന്താണ് 1, 2 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ആൻഡ് നമ്മളുടെ എല്ലാ റെസ്പോൺസസും, നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന റെസ്പോൺസുകൾ ഉണ്ടല്ലോ, ആ റെസ്പോൺസസുകൾ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ 3 ലേബൽ ചെയ്തിരിക്കുന്ന ഭാഗമാണോ എന്നുള്ളതാണ് ബി ചോദ്യം. ആൻഡ് എക്സ്പ്ലെയിൻ വിത്ത് എൻ എക്സാമ്പിൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ 1, 2 എന്നീ ഭാഗങ്ങളുടെ പേര് എഴുതുക എന്നുള്ളതാണ് എ ചോദ്യമായിട്ട് വരുന്നത്. ബി ചോദ്യം എന്താണ്? പെട്ടെന്ന് നടക്കുന്ന പ്രതികരണങ്ങളുണ്ടല്ലോ, ആകസ്മിക പ്രതികരണത്തിനെല്ലാം നിയന്ത്രിക്കുന്നത് ഈ 3 എന്ന് പറഞ്ഞ ലേബൽ ചെയ്തേക്കുന്ന ഭാഗമാണോ? അങ്ങനെയാണെങ്കിൽ ഉദാഹരണ സഹിതം വ്യക്തമാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ 1, 2 എന്ന് പറയുന്ന ഭാഗങ്ങൾ എന്തൊക്കെ? 1 എന്ന് പറയുന്നത് ദാറ്റ് ഇസ് സെൻസറി ന്യൂറോൺ അല്ലെ, സെൻസറി ന്യൂറോൺ ആണ്, സംവേദ നാഡിയാണ്. 2 എന്ന് പറഞ്ഞ ലേബൽ ചെയ്തേക്കുന്നത് ഇന്റർ ന്യൂറോൺ ആണ് അല്ലെ, സെൻസറി ന്യൂറോണും അതുപോലെ തന്നെ ഇന്റർ ന്യൂറോണും. ആൻഡ് ബി ചോദ്യത്തിന്റെ ആൻസർ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ റിഫ്ലെക്സ് ആക്ഷൻസും ബ്രെയിനിന്റെ സ്പൈനൽ കോഡിന്റെ കൺട്രോളിൽ അല്ല അല്ലെ, എല്ലാ നമ്മളുടെ പ്രതികരണങ്ങളും സുഷുമ്നയുടെ കൺട്രോളിലല്ല. കാരണം ചിലതൊക്കെ പ്രത്യേകിച്ച് എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷനുകളിലൊക്കെ പലപ്പോഴും ഇതിനകത്ത് ബ്രെയിൻ ഇൻവോൾവ് ആകാറുണ്ട് അല്ലെ. ബ്രെയിൻ ഇൻവോൾവ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഇമ്പൾസസ് അല്ലെങ്കിൽ ആവേഗങ്ങൾ ബ്രെയിനിലേക്ക് എത്തും. എന്നിട്ട് ബ്രെയിൻ ആയിരിക്കും ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നതും നമുക്ക് റെസ്പോൺസസ് അല്ലെങ്കിൽ പ്രതികരണം ഉണ്ടാക്കുന്നതും. അങ്ങനെയുള്ള റെസ്പോൺസുകളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതികരണങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? സെറിബ്രൽ റിഫ്ലെക്സസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. എന്ത് വിളിക്കും? സെറിബ്രൽ റിഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. നമ്മൾ അതിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കണ്ണ് ചിമ്മുന്ന കാര്യം അല്ലെ. കണ്ണിലേക്ക് ലൈറ്റ് അടിക്കുന്ന സമയത്ത് നമ്മൾ കണ്ണിലേക്ക് ആരെങ്കിലും കുത്താൻ വരുമ്പോൾ നമ്മുടെ കണ്ണ് ചിമ്മിക്കളയുന്നതിന് കാരണം അതിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? പ്രത്യേകിച്ച് ബ്രെയിൻ ആണ്. നമ്മൾ തുമ്മുന്നത് കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള സഡൻ ആയിട്ടുള്ള ആക്ഷൻസിനെ എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് ബ്രെയിനെ കൊണ്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് സുഷുമ്നയാണ് അല്ലെങ്കിൽ സ്പൈനൽ കോഡ് ആണ് എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. എക്സാമ്പിൾ എഴുതിയേക്കണം. എക്സാമ്പിൾ ഇവിടെ മിസ് എഴുതിയിരിക്കുന്നത് കണ്ണിൽ ലൈറ്റ് പതിക്കുന്ന കാര്യമാണ്. അപ്പൊ അതുപോലെ നിങ്ങളൊരു എക്സാമ്പിൾ എഴുതി വെച്ചിരിക്കുക. എല്ലാത്തിനും ഒരു എക്സാമ്പിൾ പഠിച്ചിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. അതുപോലെ തന്നെ സ്പൈനൽ റിഫ്ലെക്സിന് എക്സാമ്പിൾ പഠിച്ചു വെച്ചിരിക്കുക, സുഷുമ്ന റിഫ്ലെക്സുകൾക്ക്. അതിനിപ്പം നമുക്ക് എന്തൊക്കെ എക്സാമ്പിൾ ആയിട്ട് എഴുതാം? കയ്യിൽ മുള്ളുകൊള്ളുന്നതോ അല്ലെങ്കിൽ ചൂട് പാത്രത്തിൽ പിടിക്കുന്നതോ ഒക്കെ നമുക്ക് ഇതിന് എക്സാമ്പിൾ ആയിട്ട് എഴുതാം. ഓക്കെ, യെസ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ചിത്രീകരണം തന്നിട്ടുണ്ട്. അതിനകത്ത് എ ബി എന്ന് പറഞ്ഞിട്ടുള്ള 2 ഭാഗങ്ങളുണ്ട് അല്ലെ. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചിത്രമാണ്. അപ്പൊ എ ബി എന്ന് പറഞ്ഞ ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക, കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന എ ചോദ്യം. പിന്നെ എയുടെ ധർമ്മം എന്താണ്? വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് എ എന്നുള്ളതും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. എ എന്ന് പറഞ്ഞ ഭാഗത്തിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എ എന്ന് പറഞ്ഞ ഭാഗം എന്താണ്? ചുറ്റി വെച്ചിരിക്കുന്ന ഭാഗം എന്താണ്? അത് മയലിൻ ഷീത്ത് ആണ് അല്ലെ. ബി എന്താണ്? അത് ഒളിഗോഡെൻഡ്രോസൈറ്റ് ആണ്. എ മൈലിൻ ഷീത്തും ബി ഒളിഗോഡെൻഡ്രോസൈറ്റും അല്ലെ. എയുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? നമ്മളുടെ ലൈക്ക് പ്രധാനമായിട്ടും ഇതാ ഇവിടെ ഒരു ലേബലിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് കാണാം അല്ലെ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ലേബലിംഗ് ആണ്. മൈലിൻ ഷീത്ത് ആണ് എ, ബി എന്ന് പറയുന്നത് ഒലിഗോഡെൻഡ്രോസൈറ്റ് ആണ്. അപ്പൊ അതിന്റെ ഫംഗ്ഷൻസ്, എയുടെ ഫംഗ്ഷൻ ഏതാണ് പറയുന്നത്? എ എന്താ? മൈലിൻ ഷീത്ത് ആണ്. മൈലിൻ ഷീത്തിന്റെ ഫംഗ്ഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാ അല്ലെ. എന്തൊക്കെയാണ് മൈലിൻ ഷീത്തിന്റെ ഫംഗ്ഷൻസ് ആയിട്ട് വരുന്നത്? ഓക്സിജനും അതുപോലെ തന്നെ ന്യൂട്രിയൻസും പോഷകങ്ങളും അതുപോലെ തന്നെ ഓക്സിജനും എത്തിക്കുന്നുണ്ട്. ആക്സിലറേറ്റ് ഇമ്പൾസസ് അല്ലെങ്കിൽ ആവേഗങ്ങളുടെ സ്പീഡ്, വേഗത കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റേണലി നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ബാഹ്യമായിട്ടുള്ള ക്ഷതങ്ങൾ, ഷോക്ക് ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ രക്ഷിക്കുന്നത്. പ്രൊട്ടക്ഷൻ എന്നുള്ളത് എഴുതിയാൽ മതി. 3ാമത്തെ പോയിന്റിന് പകരം പ്രൊട്ടക്ഷൻ എന്ന് എഴുതിയാലും മതി. അപ്പൊ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും കൂടെ സഹായിക്കുന്നു എന്നുള്ള രീതിയിൽ എഴുതിക്കോളുക കേട്ടോ. 3 പോയിന്റ്സ്. അതുപോലെ തന്നെ നമ്മൾ സെറിബ്രോസ്പൈനൽ ദ്രവം പഠിച്ച പോലെ തന്നെയുള്ള 3 പോയിന്റ്സും കൂടെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. യെസ്, ഓക്കെ. അടുത്ത ചോദ്യം
ഇവിടെ ഒരു 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 ചിത്രീകരണം കൊടുത്തിട്ടുണ്ട്. അത് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് ഫില്ല് ചെയ്താൽ മാത്രം മതി. ഇതിന്റെ ബാക്കി പത്രം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അല്ലേ. അപ്പൊ സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട്, നാഡീവ്യവസ്ഥ. അതിന് സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ കേന്ദ്ര നാഡീവ്യവസ്ഥ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ത് വരും? സിമ്പിൾ അല്ലെ, പെരിഫറൽ നാഡീവ്യവസ്ഥ അല്ലെങ്കിൽ പെരിഫറൽ നെർവസ് സിസ്റ്റം ആണ് വരുന്നുണ്ടായിരിക്കുക. 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. ചിലപ്പോൾ അതിന് താഴെ നിങ്ങൾക്ക് പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ ആരൊക്കെയുണ്ട്? സ്പൈനൽ നെർവ്സ് ഉണ്ട്, ക്രേനിയൽ നെർവ്സ് ഉണ്ട് അല്ലെ. 12 ജോഡിയും 31 ജോഡിയിലും ക്രേനിയൽ സ്പൈനൽ നെർവുകളുണ്ട് അല്ലെ. സുഷുമ്ന നാഡിയുണ്ട്, ശിരോനാഡികളുണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ആരൊക്കെ വരും? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ 2 ആളുകളാണ് വരുന്നുണ്ടായിരിക്കുക. ബ്രെയിനും അതുപോലെ തന്നെ സ്പൈനൽ കോഡും, മസ്തിഷ്കവും അതുപോലെ തന്നെ സുഷുമ്നയുമാണ് വരുന്നുണ്ടായിരിക്കുക അല്ലെ. യെസ്. ഇനി അടുത്ത ചിത്രം നോക്കാമേ, അല്ല അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറിനകത്ത് കൊടുത്തിരിക്കുന്ന 1 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ആ ഒരു ഭാഗം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതിന്റെ ഏതെങ്കിലും 2 ധർമ്മങ്ങൾ എഴുതുക, ഫങ്ഷൻസ് എഴുതുക എന്നുള്ളതാണ്. ആ ചിത്രവും ഇതേപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ചിത്രമാണ്. മൈലിൻ ഷീത്ത് ആണ് ആ ഒരു 1 എന്ന് പറഞ്ഞ് ലേബൽ ചെയ്തിരിക്കുന്ന ഭാഗം കേട്ടോ. മൈലിൻ ഷീത്ത് ആണ്. മൈലിൻ ഷീത്തിന്റെ ധർമ്മം നമ്മൾ ഓൾറെഡി പഠിച്ചതാ അല്ലെ. അപ്പോൾ 2 ധർമ്മങ്ങൾ എഴുതി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒന്നും കൂടെ പറയണേ, റിപ്പീറ്റഡ് ചോദ്യമാണ് കേട്ടോ. അപ്പം ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പോഷകങ്ങളും ഓക്സിജനും പ്രൊവൈഡ് ചെയ്യുന്നു, ഇമ്പൾസസിന്റെ വേഗത കൂട്ടുന്നു അല്ലെ, നമ്മുടെ ആവേഗങ്ങളുടെ വേഗത കൂട്ടുന്നു, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അല്ലെ. നമ്മൾക്ക് എന്തെങ്കിലും ക്ഷതങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു, നമ്മളെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, യെസ്. ഇനി അടുത്തത് നമ്മളോട് ഇതിൽ നിന്ന് ശരിയായിട്ടുള്ള ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. നമ്മളുടെ നെർവസ് സിസ്റ്റത്തിലുള്ള, അതും പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്തുള്ള നാഡികളുടെ എണ്ണം എത്രയാണ് എന്നുള്ളതാണ് എഴുതാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ പെരിഫറൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ പെരിഫറൽ നാഡി വ്യവസ്ഥയിലെ നാഡികളുടെ എണ്ണം എത്രയാണ് എന്നുള്ളതാണ്. പെരിഫറൽ മൊത്തം, ക്രേനിയൽ സ്പൈനൽ എന്നുള്ളത് സ്പെഷ്യൽ ആയിട്ടല്ല ചോദിച്ചേക്കുന്നത്, നിങ്ങൾ ചോദിച്ചത് പെരിഫറൽ എന്നുള്ളത് മൊത്തമാണ് അല്ലെ. ക്രേനിയലിന്റെയും സ്പൈനലിന്റെയും കൂടെ ഒരുമിച്ച്, ക്രേനിയലിലെ സ്പൈനലും 12 പേർ വീതവും 31 പേർ വീതവും ഉണ്ട് അല്ലെ. അപ്പൊ 12 31 എത്രയാ? 12 31 43 വരും അല്ലെ. അപ്പൊ അങ്ങനെ ആൻസർ വരുന്നത് 43 ജോഡി അല്ലെങ്കിൽ 43 പെയർ എന്നുള്ളതാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചെഴുതണം. പലപ്പോഴും നമ്മൾ പെരിഫറൽ എന്നൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ചാടിക്കറി 12 ജോഡി അല്ലെങ്കിൽ 31 ജോഡി എന്നൊക്കെ എഴുതാനുള്ള ഒരു ത്വര നമുക്ക് ഉണ്ടാവും അല്ലെ. അങ്ങനെയല്ല, 43 ജോഡികളാണ്, 43 പെയർ ആണ് എന്നുള്ളത് ഓർക്കുക കേട്ടോ. യെസ്. അടുത്ത ചോദ്യം ഇവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. നമ്മുടെ ബ്രെയിനിന്റെ ഡയഗ്രാം ആണ്. റീഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 3 മാക്സിമം 2 എന്തായാലും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരെണ്ണം കൺഫ്യൂസിംഗ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം, ചിലപ്പോൾ ചോദിക്കൂല. ഓക്കെ, 2 വരുന്നത്, ഒരെണ്ണം ബ്രെയിൻ ആണ്, ഒരെണ്ണം നമ്മുടെ ന്യൂറോൺ ആണ്. ഇത് എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ചില സാഹചര്യങ്ങളിൽ സ്പൈനൽ കോഡ് ചോദിക്കും. ബ്രെയിനും സ്പൈനൽ കോഡും പഠിക്കാതെ, അത് ന്യൂറോണും പഠിക്കാതെ പോകരുത് കേട്ടോ. അതിനകത്ത് വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ബ്രെയിൻ്റെ പാർട്സിനകത്ത് കുറെ സാധനങ്ങൾ പറഞ്ഞിട്ടില്ലേ, കുറെ ഫംഗ്ഷൻസ്, ഇവോക്ക് റെസ്പോൺസസ്, അങ്ങനെയുള്ള കുറച്ച് ഫംഗ്ഷൻസ്. അതിനകത്ത് പ്രത്യേകിച്ച് ഇവോക്ക് സെൻസേഷൻസ്, ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്നു, അങ്ങനെയുള്ള കുഞ്ഞു മെയിൻ പോയിന്റ്സ് ഉണ്ട്. ഐച്ഛിക ചലനങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ്, അനൈച്ഛിക ചലനങ്ങൾ നിയന്ത്രിക്കുന്ന ആരാണ്, ഇൻവോളണ്ടറി വോളണ്ടറി ബ്രീത്തിങ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, ഓർമ്മ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, അങ്ങനെയുള്ള പോയിന്റ്സ് ഒന്ന് നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചേക്കണം കേട്ടോ. യെസ്. അപ്പൊ ഇവിടെ ഒരു പിക്ചർ കാണാം. അതിനകത്ത് നിങ്ങളടുത്ത് റീഡ്രോ ചെയ്തിട്ട് ആ ലേബിൾ ചെയ്തേക്കുന്ന പാർട്സിന്റെ പേര് എഴുതുക എന്നുള്ളതാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലേബിൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്ലൂ ആയിട്ട് തന്നിട്ടുണ്ട്, അതെന്താണെന്നുള്ളത് നിങ്ങളോട് കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ എക്സ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ എക്സ് എന്ന് ലേബിൾ കൊടുത്തേക്കുന്നതിനകത്ത് എക്സ് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിന്റെ ഫംഗ്ഷൻ കൂടെ എഴുതണം. ഓക്കെ, എക്സ് എന്താ? എക്സ് നമുക്കറിയാം, അത് നമ്മുടെ മെഡുല്ല ഒബ്ലോങ്കട്ടയാണ് അല്ലെ. നമ്മുടെ മെഡുല്ല ഒബ്ലോങ്കട്ടയാണ്. മെഡുല്ല ഒബ്ലോങ്കട്ടയുടെ ഫംഗ്ഷൻ എന്താണ്? മെഡുല്ല ഒബ്ലോങ്കട്ടയുടെ ഫംഗ്ഷൻ വരുന്നത് ബ്രീത്തിങ്, അതുപോലെ ഹാർട്ട് ബീറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. അനൈച്ഛിക ചലനങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് മെഡുല്ല ഒബ്ലോങ്കട്ടയ്ക്ക് ഒരു അടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ മരിച്ചു പോകും അല്ലെ. കാരണം എന്താ? നമ്മുടെ ബ്രീത്തിങ് ഒക്കെ അപ്പം തന്നെ നിലച്ചു പോവാണ്. അപ്പൊ നമ്മൾ ജീവിക്കും ഇല്ല. അപ്പൊ അങ്ങനെയാണ് സംഭവങ്ങൾ. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കണ്ടെത്തണം. ശരീര തുലന നില പാലിക്കുന്നു, അതാരാണ്? ശരീര തുലന നില, ദാറ്റ് മീൻസ് നമ്മളുടെ ബോഡിയുടെ ആ ഒരു ബാലൻസ് അല്ലെ, മെയിൻറ്റെയിൻസ് ഈക്വിലിബ്രിയം ഓഫ് ദ ബോഡി, മെയിൻറ്റെയിൻസ് ഈക്വിലിബ്രിയം ചെയ്യുന്നത് ആരാണ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്ലൂ വരുന്നത്. അതാരാ ചെയ്യുന്നുണ്ടായിരിക്കാം മെയിൻറ്റെയിൻസ് ഈക്വിലിബ്രിയം എന്നുള്ളത് കണ്ടെത്തണം. ഇനി രണ്ടാമത്തെ നോക്കുക, ആക്ട് ആസ് എ റിലീസ് സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ്. റിലീസ് സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആരാണ്? അതായത് ആരാണ്? തലാമസ് ആണ് അല്ലെ. യെസ്. കൺട്രോൾസ് വോളണ്ടറി മൂവ്മെന്റ്സ്, വോളണ്ടറി ആയിട്ടുള്ള മൂവ്മെന്റ്, ഐച്ഛിക ചലനങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ് എന്നുള്ളതാണ്. ശരീര തുലന പാലിക്കുന്നത് ആരാണ്? ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ആരാണ്? ആവേഗങ്ങളുടെ പുനഃപ്രസരണം കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം വരുന്നത് നമ്മുടെ ശരീര തുലന പാലിക്കാൻ സഹായിക്കുന്നത് നമ്മുടെ ആരാണ്? നമ്മുടെ സെറിബെല്ലം ആണ്. ഓക്കെ, ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കാൻ നമ്മളെ സഹായിക്കുന്നത് സെറിബ്രം. ആവേഗങ്ങളുടെ പുനഃപ്രസരണം കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് ദാറ്റ് ഈസ് തലാമസ് കേട്ടോ. ഓക്കെ, സെറിബെല്ലം, സെറിബ്രം, തലാമസ്, ഇങ്ങനെ വരും ആൻസേഴ്സ്. അപ്പോൾ ഇതാണ് ആൻസേഴ്സ് ആയിട്ട് മിസ് കൊടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ എക്സ് എന്ന് പറഞ്ഞ ലേബൽ ചെയ്ത് കൊടുത്തേക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കട്ടയാണ് അല്ലെ. മെഡുല്ല ഒബ്ലോങ്കട്ട നമുക്കറിയാം ബ്രീത്തിങ്ങും അതുപോലെ ഹാർട്ട് ബീറ്റ് ഒക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇതാണ് ആൻസർ ആയിട്ട് വരുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത്. സെയിം കാര്യം തന്നെയാണ്, പേരുകൾക്ക് ഒരു വ്യത്യാസം ഇല്ലാത്തതുകൊണ്ടിട്ട് മിസ് എന്ത് ചെയ്യുന്നില്ല,
വീണ്ടും അത് പറയുന്നില്ല. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ബ്രെയിനിനെ പറ്റിയിട്ടുള്ളത്. ഇനി അടുത്തത് നമ്മളുടെ മെയിൻ ആള് ഇവിടെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മളുടെ ന്യൂറോണിന്റെ പിക്ചറാണ് അല്ലെ. ന്യൂറോണിന്റെ പിക്ചറിനകത്ത് നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പകർത്തി വരയ്ക്കണം, റീഡ്രോ. ഓക്കെ, ഫസ്റ്റ് ഏതാണ് റീഡ്രോ എന്ന് പറയുന്നത്. റീഡ്രോ ചെയ്യുന്നതിന് മാർക്കുണ്ട്, 1 മാർക്ക് ഉണ്ടായിരിക്കും കേട്ടോ. ഇനി എ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. അത് ക്ലൂ ആണ്. ആ ക്ലൂ നമ്മൾക്ക് അതിനകത്ത് ലേബിൾ ചെയ്യാനുണ്ട്. ഓക്കെ, ദ പാർട്ട് വിച്ച് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം സെൽ ബോഡി ടു ഔട്ട്സൈഡ്. സെൽ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഭാഗം ഏതാണ്? കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്ന ഭാഗം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. പിന്നെ അതുപോലെ തന്നെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗം അല്ലെ, നാടീയ പ്രേഷകങ്ങൾ സംവഹിക്കുന്ന ഭാഗം എന്താണ്? ഇതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഈ ഭാഗം എന്താണ്? ആക്സോൺ ആണ് അല്ലെ. പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ സെൽ ബോഡി അല്ലെങ്കിൽ കോശ ശരീരം. അതിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവരുന്ന ഈ നീളത്തിലുള്ള സാധനം ആക്സോൺ ആണ് അല്ലെ. അപ്പൊ എ ആയിട്ട് നമ്മൾ ലേബിൾ ചെയ്യേണ്ടത് ആക്സോൺ. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്യുന്ന, സ്രവിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ അറ്റമാണ് അല്ലെ. സിനാപ്റ്റിക് നോബ് നമ്മൾ വിളിക്കും. ആ വീർത്തിരിക്കുന്ന കുഞ്ഞു ബൾബ് മാതിരിയുള്ള സാധനങ്ങൾ സിനാപ്റ്റിക് നോബ്. അപ്പം 2 ഭാഗങ്ങൾ ആക്സോണും അതുപോലെ തന്നെ സിനാപ്റ്റിക് നോബും. ഇങ്ങനെയാണ് ആൻസർ വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, യെസ്. ഇതേ ന്യൂറോണിന്റെ വേറൊരു ക്വസ്റ്റ്യൻ മിസ് കാണിച്ചു തരാം. ഏതാ എന്താണ്? നിങ്ങൾക്ക് ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. നിങ്ങളോട് ചോദിച്ചേക്കുന്നത് എ ബി എന്ന് പറഞ്ഞ് 2 ലേബലിംഗ്സ് ഇവിടെ കാണാനായിട്ട് വെച്ചു, എയും ബിയും അല്ലെ. ചിത്രത്തിനകത്ത് എ ബി എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നതിന്റെ ഫംഗ്ഷൻസ്, പേരും എഴുതണം ധർമ്മവും എഴുതണം. പേരും ഫംഗ്ഷനും എഴുതണം, പേരും ധർമ്മവും എഴുതുക എന്നുള്ളതാണ്. എ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആക്സോൺ അല്ലെ. ആക്സോൺ ആണ് വെളിയിലേക്ക് സെൽ ബോഡി. നമ്മൾ ഈ പറഞ്ഞ സാധനം തന്നെ നേരെ തിരിച്ചു ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ക്ലൂ തന്നിട്ട് ലേബിൾ ചെയ്യാനായിരുന്നില്ല ഇത്ര നേരം. ഇവിടെ ലേബിൾ തന്നിട്ട് നിങ്ങളോട് കാര്യം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. നേരെ തിരിച്ചു ചോദിച്ചിരിക്കുന്നതാണ് കേട്ടോ. ആൻഡ് എയുടെ ധർമ്മം എന്താണ് നമ്മൾ മുന്നേ പറഞ്ഞത്? എയുടെ ധർമ്മം, ആക്സോണിന്റെ ധർമ്മം എന്ന് പറയുന്നത് സെൽ ബോഡിയിൽ നിന്ന് ഇമ്പൾസസിനെ വെളിയിലേക്ക് കൊണ്ടുവരിക അല്ലെ. കോശ ശരീരത്തിൽ നിന്ന് നമ്മുടെ ആവേഗങ്ങളെ വെളിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ആക്സോൺ. അല്ലെങ്കിൽ നമ്മളുടെ ഈ പറഞ്ഞ പോലെ അടുത്ത ബി എന്ന് പറഞ്ഞ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? സിനാപ്റ്റിക് നോബ് അല്ലെ. സിനാപ്റ്റിക് നോബ് ആണ്. ആൻഡ് സിനാപ്റ്റിക് നോബിന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ നാടീയ പ്രേഷകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗമാണ്, സ്രവിക്കുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ എ ആക്സോൺ ആണ്, ബി സിനാപ്റ്റിക് നോബ് ആണ്. മുന്നേ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് കേട്ടോ. എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. കാരണം ഒരു രണ്ടുപേരും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടിട്ടാണ്. ഇതിന്റെ ഒപ്പത്തിൽ കൂടെ ഈ സിനാപ്റ്റിക് നോബ് ചോദിച്ച സ്ഥിതിക്കും നാടീയ പ്രേഷകൻ ചോദിച്ച സ്ഥിതിക്കും 2 പേര് എക്സാമ്പിൾസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ നാടീയ പ്രേഷകൻ ചോദിക്കും. ഒന്നാമത്തെയാണ് അസിറ്റൈൽ കൊളൈൻ, രണ്ടാമത്തെയാണ് ഡോപ്പമിൻ കേട്ടോ. അത് പഠിച്ചു വെച്ചേക്കണേ. പിന്നെ സിനാപ്സിന്റെ ജോലി എന്താണെന്ന് കൂടെ എന്ന് പറഞ്ഞേക്കാം. ഇതിന്റെ കൂടെ സിനാപ്സിന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്പൾസസിന്റെ ദിശ നിയന്ത്രിക്കുന്നത്, ഡയറക്ഷൻ നിയന്ത്രിക്കുന്നതാണ്. സ്പീഡ് നിയന്ത്രിക്കുന്നതും സിനാപ്സ് ആണ്. ഇതിന്റെ കൂട്ടത്തിൽ കൂടെ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ആൻഡ് നമ്മളുടെ അടുത്ത ചോദ്യം വരുന്നത് ഇവിടെ ഒരു ചിത്രീകരണം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ചിത്രം കണ്ടിട്ട് ജസ്റ്റ് എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വരയ്ക്കാനില്ല. അതുകൊണ്ട് ഇത് വരയ്ക്കാൻ കുറവായിരിക്കും, പക്ഷെ ചോദിച്ചാൽ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും. അതുകൊണ്ട് അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ചിലപ്പോൾ സിനാപ്സ് വരയ്ക്കാനായിട്ട് ചോദിക്കും കേട്ടോ. സിനാപ്സ് അത്ര ഈസി അല്ലേ. ഓക്കെ, നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എ ബി എന്ന് പറഞ്ഞ 2 പാർട്സ് ലേബിൾ ചെയ്തിട്ടുണ്ട് അല്ലെ. അത് ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നതാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം. ഇനി ഈ പറഞ്ഞ എ ബി എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളുടെ ധർമ്മം, ഫംഗ്ഷൻസ് എഴുതുക എന്നുള്ളതാണ് അല്ലെ. ഒരു സിമ്പിൾ ഐഡിയ പറഞ്ഞുതരാം. എപ്പോഴും ഇത് രണ്ടും, എ എന്ന് പറയുന്നത് ഡോർസൽ റൂട്ടും ബി എന്ന് പറയുന്നത് വെൻട്രൽ റൂട്ടുമാണ്. ഒരു ജീവിയുടെ ഡോർസൽ വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകൾ വശത്തെയാണ് ഡോർസൽ വശം എന്ന് വിളിക്കാം, താഴെയുള്ള വശത്തെയാണ് വെൻട്രൽ വശം എന്ന് വിളിക്കുക. അപ്പൊ ഈ സാധനത്തിന്റെ മുകൾ ഭാഗം ഏതാണ്? ഇതല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ ഭാഗത്തുള്ളതിനെ നമ്മൾ ഡോർസൽ റൂട്ട് എന്ന് വിളിക്കും, താഴെ ഭാഗം ഇതായതുകൊണ്ട് അതിനെ വെൻട്രൽ റൂട്ട് എന്ന് വിളിക്കും. അതും അല്ലാതെ ഓർത്ത് വെക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക. അതായത് ഇവിടെ ഇത്തിരി വീർത്തിരിപ്പുണ്ട് അല്ലെ. ആ വീർത്തിരിക്കുന്ന ഭാഗമാണ് ഡോർസൽ റൂട്ട് എന്ന് പറയുന്നത്, മെലിഞ്ഞിരിക്കുന്ന ഭാഗമാണ് വെൻട്രൽ റൂട്ട് എന്ന് പറയുന്നത് അല്ലെ. ഇനി ഇതിന്റെ ബി ആയിട്ട് ചോദിച്ചിരിക്കുന്ന, ബി ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ ഫംഗ്ഷൻസ് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഫംഗ്ഷൻസ് നോക്കണം. അപ്പോൾ ഡോർസൽ റൂട്ടിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസറി ഇമ്പൾസസ് സ്പൈനൽ കോർഡിലേക്ക് എത്തുന്നത് എന്തിൽ കൂടെയാണ്? ഈ ഡോർസൽ റൂട്ടിൽ കൂടെയാണ് അല്ലെ. സംവേദ ആവേഗങ്ങൾ സ്പൈനൽ കോർഡ് അല്ലെങ്കിൽ സുഷുമ്നയിലേക്ക് എത്തുന്നത് ഡോർസൽ റൂട്ടിൽ കൂടെ. അത് വെളിയിലേക്ക് പോകുന്നത് ആരായിട്ടാണ്? പ്രേരക ആവേഗങ്ങളായിട്ടാണ് അല്ലെ. നമ്മുടെ മോട്ടോർ ഇമ്പൾസസ് ആയിട്ടാണ് അത് വെളിയിലേക്ക് പോകുന്നത്. ആ വെളിയിലേക്ക് മോട്ടോർ ഇമ്പൾസസ് പോകുന്നത് ആരിക്കൂടെയാണ്? വെൻട്രൽ റൂട്ടിൽ കൂടെയാണ് അല്ലെ. നമ്മുടെ പ്രേരക ആവേഗങ്ങൾ വെളിയിലേക്ക് പോകുന്നത് വെൻട്രൽ റൂട്ടിൽ കൂടെയാണ് എന്നുള്ളതാണ് 2 ഫംഗ്ഷൻസ്. ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, ലാസ്റ്റ് ലൈൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കി ഒന്ന് തല്ലിൽ കെട്ടി വെച്ചിരിക്കാം കേട്ടോ. ഓക്കെ, യെസ്. ഇനി അടുത്ത ചോദ്യം അതൊരു മാച്ച് ദ ഫോളോയിങ് മാതിരിയുള്ള ഒരു ചോദ്യമാണ്. ഇതാ ഇവിടെ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എ ബി സി എന്ന് പറഞ്ഞിട്ട് പാർട്സ് തന്നിട്ടുണ്ട്, അതിനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് സെറിബ്രം ആണ്. സെറിബെല്ലം, മെഡലോബ്ലം കേട്ടോ. ബിയുടെ പെക്യുലാരിറ്റീസ് കൊടുത്തേക്കുന്നത് നോക്കൂ. റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള പാർട്ടാണ്. സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിലോ thalamus, second largest part of the brain and largest part of the brain. ഇനി ബ്രെയിനിന്റെ ഏറ്റവും വലിയ ഭാഗം, ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കുക, സിയിൽ കൊടുത്തേക്കുന്നത് മെയിൻ്റനൻസ് ഓഫ് ഹോമിയോസ്റ്റാസിസ്, കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ഷൻസ് ലൈക്ക് ഹാർട്ട് ബീറ്റ്, ബ്രീതിങ് അങ്ങനെയുള്ളതൊക്കെ.
ഇവോക്ക് സെൻസേഷൻസ് മെയിൻ പോയിന്റ് ആണ്. ഇവോക്ക് സെൻസേഷൻ അത് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലെന്ന് പറയാം. ഓക്കെ, മെയിൻറ്റെയിൻസ് ഈക്വിലിബ്രിയം ഓഫ് ദ ബോഡി. ഓക്കെ, ഇതിന്റെ മലയാളം നമുക്ക് നോക്കിക്കളയാം. എ കൊടുത്തേക്കുന്നത് സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോങ്കേറ്റ. സവിശേഷതകൾ എന്തൊക്കെയാണ്? ദണ്ഡാകൃതിയിലുള്ള ഭാഗം, തലാമസിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ഭാഗം, മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗം, മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം. ഓക്കെ, സീല് കൊടുത്തേക്കുന്ന ധർമ്മങ്ങൾ നോക്കുക. ആന്തര സമസ്ഥിതി പാലിക്കുന്നു, ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നിവ അനൈച്ഛിക ചലനങ്ങൾ നിയന്ത്രിക്കുന്നു, ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്നു, ശരീര തുലനനില പാലിക്കുന്നു. ഇന്ദ്രിയ അനുഭവങ്ങൾ മെയിൻ പോയിന്റ് ആണ്, ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ഇത് ജസ്റ്റ് മാച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സെറിബ്രം ആണ് എന്ത് ലാർജസ്റ്റ് പാർട്ട്, ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം എന്ന് പറയുന്നത് അല്ലെ. ലാർജസ്റ്റ് പാർട്ടാണ് സെറിബ്രം. അത് ഇവോക്ക് സെൻസേഷൻസ്, ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്നത് ഈ പറഞ്ഞ സെറിബ്രം ആണ് എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. സെറിബെല്ലം സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട്, രണ്ടാമത്തെ വലിയ ഭാഗമാണ്. ശരീര തുലനനില, മെയിൻറ്റെയിൻസ് ഓഫ് ബാലൻസ്, ഹോമിയോസ്റ്റാസിസ് എന്നൊക്കെ പറഞ്ഞ ഒരു ഇക്വിലിബ്രിയം ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ ഹോമിയോസ്റ്റാസിസ് അല്ല, ഇക്വിലിബ്രിയം ഉണ്ടാക്കുന്നത് സെറിബെല്ലം ആണ്. ദെൻ നമ്മളുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റ ഉണ്ട്, അതാണ് ദണ്ഡാകൃതിയിലുള്ള റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള പാർട്ട്. ഹൃദയസ്പന്ദനം അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ഷൻസ് ലൈക്ക് ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ്, അങ്ങനെയുള്ളതൊക്കെ. ഓക്കെ, യെസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരിക്കുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പാർട്സും എല്ലാ പോർഷൻസും ടച്ച് ചെയ്ത് പോയി. ഇതിൽ നിന്ന് പല രീതിയിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ചോദിക്കും. ഇപ്പൊ സെറിബ്രോ സെറിബെല്ലം ചോദിച്ചെങ്കിൽ അടുത്ത തവണ മെഡുല്ലയും തലാമസും ചോദിക്കും. അങ്ങനെ മാറ്റി ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. നിർബന്ധമായിട്ടും ഈ ചാപ്റ്ററിൽ നിന്നായിരിക്കും ബേസിക്കലി വരയ്ക്കാൻ വരിക. സെക്കൻഡ് ചാപ്റ്ററിലെ കണ്ണാണ് പിന്നെ ഉള്ളത്. ചിലപ്പോൾ കണ്ണ് വന്നിരിക്കട്ടെ, ലാസ്റ്റ് ടൈം കണ്ണാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് മിസ് ഇത്തവണ ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബ്രെയിനും ന്യൂറോൺസ് ഒക്കെ നല്ലപോലെ ലേബിൾ ചെയ്യാൻ വരച്ചു പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് വരയ്ക്കാനുള്ള ക്വസ്റ്റനിൽ എനിക്ക് വരയ്ക്കാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ വരയ്ക്കുന്നില്ലെന്ന് പറയരുത്. ജസ്റ്റ് എന്തെങ്കിലും വരച്ചു വെക്കുക. കാരണം വരയ്ക്കുന്നതിന് അവിടെ ഒരു സ്പെസിഫിക് മാർക്ക് ഉണ്ടായിരിക്കും. 3 മാർക്കിന് ചോദ്യമാണെങ്കിൽ 1 മാർക്ക് നിർബന്ധമായിട്ടും വരയ്ക്കുന്നതിന് വരും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. പിന്നെ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ പറയുന്നതാണ് മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ ബ്രെയിനിന്റെ പാർട്സും അതിന്റെ ഫംഗ്ഷൻസ് തരും. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു വാക്ക്, അതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക, അങ്ങനെ വരാറുണ്ട്. അതുപോലെ നമ്മുടെ സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക് ഉണ്ടല്ലോ, അതിങ്ങനെ തിരിച്ചു തരും. എന്നിട്ട് ടേബിൾ ആക്കുക, ആരൊക്കെയാണ് സിമ്പത്തറ്റിക്കിൽ വരുന്നത്, ആരൊക്കെയാണ് പാരാസിമ്പത്തറ്റിക്കിൽ വരുന്നത്, അങ്ങനെ ക്രമമാക്കാൻ വേണ്ടിയിട്ട് പറയും. അതുപോലെ തന്നെ റിഫ്ലക്സ് ആർക്കും റിഫ്ലക്സ് ആക്ഷനും കേട്ടോ, അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബേസിക്കലി മിസ്സിന് ഈ ചാപ്റ്ററിൽ പറയാനായിട്ട്. ബാക്കി ചാപ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് വീണ്ടും വരാം. ബൈ.